ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് അദൃശ്യതയുടെ ദൃശ്യത. എടത്വ സെന്റ് അലോഷ്യസ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ഡീന സീസ്കറിയ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. അദൃശ്യമായ ഒന്നിൽ വേരൂന്നി യാഥാർത്ഥ്യത്തിന്റെ മഹാമരങ്ങൾ തളിർക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗണിതമെന്നത് വെറുമൊരു അക്കങ്ങളുടെ കളി മാത്രമല്ല. അത് പ്രപഞ്ചത്തിന്റെ ഉള്ളറകളിലേക്ക് തുറന്നുവെച്ച ഒരു ദൂരദർശിനിയാണ്. ഇല്ലാത്ത ഒന്നിനെ അന്വേഷിച്ചിറങ്ങി ഒടുവിൽ അസ്തിത്വത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ സത്യങ്ങളെ കണ്ടെത്തുന്ന ഒരു ഏകാന്ത തീർത്ഥയാത്രയാണത്. നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലം എന്ന ഒറ്റ നോട്ടത്തിൽ അസംഭവ്യമെന്ന് തോന്നുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് സമ്മിശ്ര സംഖ്യകളുടെ അഥവാ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മാന്ത്രിക പ്രപഞ്ചം വിടരുന്നത്. വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയിർപ്പ്. ചരിത്രത്തിന്റെ താളുകളിലേക്ക് മടങ്ങുമ്പോൾ കോംപ്ലക്സ് സംഖ്യകളുടെ ഉത്ഭവം വളരെ സങ്കീർണമായിരുന്നു എന്ന് കാണാം. പലരും കരുതാറുള്ളതുപോലെ ദ്വിമാന സമവാക്യങ്ങളുടെ പരിഹാരം അന്വേഷിച്ചല്ല ഗണിതശാസ്ത്രജ്ഞർ ഈ സങ്കല്പത്തിൽ എത്തിച്ചേർന്നത്. മറിച്ച് 16-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ ഗണിതജ്ഞരായ ഗിരോലാമോ കർദാനോ, റാഫേൽ ബോംബെല്ലി തുടങ്ങിയവർ ത്രിമാന സമവാക്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സമസ്യ ജനിക്കുന്നത്. ചില ത്രിമാന സമവാക്യങ്ങൾക്ക് വ്യക്തമായ യഥാർത്ഥ ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും ആ ഉത്തരങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ഗണിതക്രിയകൾക്കിടയിൽ നെഗറ്റീവ് സംഖ്യകളുടെ വർഗമൂലം ഉപയോഗിക്കേണ്ടി വരുന്നുവെന്ന വിരോധാഭാസം അവരെ കുഴക്കി. ബോംബെല്ലിയാണ് ഈ അസാധ്യതയെ ഒരു ഗണിത വസ്തുതയായി അംഗീകരിക്കുകയും അവയെ ഉപയോഗിച്ച് ക്രിയകൾ ചെയ്യാനുള്ള നിയമങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തത്. പിന്നീട് റെനെ ദെസ്കാർട്ടസ് ഇതിനെ ഇമാജിനറി എന്ന് വിളിച്ചെങ്കിലും കാലാന്തരത്തിൽ അവ ഭൗതിക ലോകത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. ലിയോണാർഡ് ഓയിലർ, ആർഗൻ, കാൾ ഫെഡറിക് ഗോസ് തുടങ്ങിയ മഹാരഥന്മാരുടെ കാലത്താണ് കോംപ്ലക്സ് സംഖ്യകൾക്ക് അതിന്റെ പൂർണ്ണ രൂപം കൈവന്നത്. ഏതൊരു സംഖ്യയുടെയും വർഗം ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കുമെന്ന സാമാന്യ ധാരണയെ തിരുത്തിക്കൊണ്ട് ഒരു സംഖ്യയുടെ വർഗം നെഗറ്റീവ് ആകുമോ എന്ന കൗതുകകരമായ ഗണിതശാസ്ത്ര അന്വേഷണത്തിൽ നിന്നുകൂടെയാണ് കോംപ്ലക്സ് സംഖ്യകളുടെ പിറവി ഉണ്ടാകുന്നത്. ഇതിനായി നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലമായി ഐ എന്ന ആശയത്തെ കണക്കാക്കുമ്പോൾ ഐയുടെ വർഗം നെഗറ്റീവ് ഒന്നായി മാറുന്നു. നെഗറ്റീവ് ഒന്നിന്റെ വർഗമൂലത്തെ കുറിക്കാൻ ഓയിലറാണ് ഐ എന്ന ചിഹ്നം ഉപയോഗിച്ചത്. പിന്നീട് ഗണിതശാസ്ത്രജ്ഞനായ റെനെ ദെസ്കാർട്ടസ് ആവിഷ്കരിച്ച നിർദ്ദേശാങ്ക ജാമിതിയുടെ ചുവട് പിടിച്ച് ഇത്തരം കോംപ്ലക്സ് സംഖ്യകളെ ജാമിതീയമായി അടയാളപ്പെടുത്താനുള്ള വിപ്ലവകരമായ ഒരു രീതി 1806-ൽ ജീൻ റോബർട്ട് ആർഗന്റ് എന്ന ഗണിതജ്ഞൻ വികസിപ്പിച്ചെടുത്തു. ആർഗന്റ് പ്ലെയിൻ എന്നറിയപ്പെടുന്ന ഈ രീതിയിൽ തിരശ്ചീനമായ എക്സ് അക്ഷത്തെ യഥാർത്ഥ അക്ഷമായും ലംബമായ വൈ അക്ഷത്തെ സാങ്കല്പിക അക്ഷമായും നിശ്ചയിച്ചുകൊണ്ടാണ് സംഖ്യകളെ അടയാളപ്പെടുത്തുന്നത്. അതോടെ ഗണിതത്തിൽ പുതിയൊരു ഗണിത വ്യാഖ്യാന തലം സൃഷ്ടിക്കപ്പെട്ടു. Z=A+IB എന്ന ലളിതമായ രൂപത്തിൽ യാഥാർത്ഥ്യവും റിയൽ പാർട്ട് എ, ഭാവനയും ഇമാജിനറി പാർട്ട് ബി കൈകോർക്കുന്ന ഒരു പുതിയ ഗണിതശാസ്ത്ര ശാഖയ്ക്ക് അത് അടിത്തറ പാകി. ഈ അടിത്തറയിലാണ് കാൾ ഫെഡറിക് ഗോസ് തന്റെ അടിസ്ഥാന ബീജഗണിത സിദ്ധാന്തം സ്ഥാപിച്ചത്. കോംപ്ലക്സ് സംഖ്യകളുടെ പ്രായോഗിക തലത്തിൽ നിർണായകമായ ഈ സംവിധാനത്തിൽ അക്ഷങ്ങളുടെ സംഗമ സ്ഥാനത്ത് നിന്ന് പ്രസ്തുത സംഖ്യയിലേക്കുള്ള ദൂരത്തെ അതിന്റെ മോഡുലസ് എന്നും എക്സ് അക്ഷവുമായി അത് സൃഷ്ടിക്കുന്ന കോണിനെ ആംപ്ലിറ്റ്യൂഡ് എന്നും വിശേഷിപ്പിക്കുന്നു. ഗണിതത്തിലെ ഏറ്റവും മനോഹരമായ സമവാക്യമായി വാഴ്ത്തപ്പെടുന്ന ഓയിലറുടെ e⁻i⁻1 എന്ന സമവാക്യം സാങ്കല്പിക സംഖ്യയുടെ അപാരമായ സൗന്ദര്യത്തെയും ഗണിത പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്ഥിരാംഗങ്ങളുമായുള്ള ഐക്യത്തെയും വരച്ചുകാട്ടുന്നു. ഇന്ന് കോംപ്ലക്സ് സംഖ്യകൾ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകില്ല. അവ കേവലം ഗണിതശാസ്ത്രജ്ഞരുടെ ചിന്താവിനോദമല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തെ നിയന്ത്രിക്കുന്ന അനേകം സാങ്കേതിക വിദ്യകളുടെ ആണിക്കല്ലാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ കോംപ്ലക്സ് സംഖ്യകളുടെ ഏറ്റവും മികച്ച പ്രായോഗിക ഉപയോഗം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ടുകളുടെ വിശകലനത്തിലാണ് കാണാൻ സാധിക്കുന്നത്. AC സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സൈൻ തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത്. ഇവയുടെ ആംപ്ലിറ്റ്യൂഡും ഫേസും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ എഞ്ചിനീയർമാർ ഫേസർ എന്ന ആശയം ഉപയോഗിക്കുന്നു. ഇത് അടിസ്ഥാനപരമായി കോംപ്ലക്സ് സംഖ്യകളുടെ ഒരു പ്രായോഗിക രൂപമാണ്. റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ് എന്നിവ ചേർന്നുള്ള ഒരു സർക്യൂട്ടിലെ ആകെ പ്രതിരോധമായ ഇംപീഡൻസ് കണക്കാക്കാൻ കോംപ്ലക്സ് സംഖ്യകൾ അത്യന്താപേക്ഷിതമാണ്. എഞ്ചിനീയറിംഗിൽ കറണ്ടുമായുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാൻ
ഐക്ക് പകരം ജെ ആണ് ഉപയോഗിക്കാറുള്ളത്. സങ്കീർണമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഉപയോഗിച്ച് മാത്രം പരിഹരിക്കാൻ കഴിയുമായിരുന്ന സർക്യൂട്ട് പ്രശ്നങ്ങളെ ലളിതമായ ആൾജിബ്ര ഉപയോഗിച്ച് എളുപ്പത്തിൽ രൂപകൽപ്പന ചെയ്യാൻ ഇത് എഞ്ചിനീയർമാരെ പ്രാപ്തരാക്കുന്നു. ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ നട്ടെല്ലാണ് സിഗ്നൽ പ്രോസസ്സിംഗ്. ശബ്ദതരംഗങ്ങൾ, റേഡിയോ സിഗ്നലുകൾ, ഇന്റർനെറ്റ് ഡാറ്റ എന്നിവയുടെ വിശകലനത്തിനായി ഉപയോഗിക്കുന്ന ഫൊറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം തുടങ്ങിയ ഗണിതശാസ്ത്ര സങ്കേതങ്ങൾ പൂർണ്ണമായും കോംപ്ലക്സ് അനാലിസിസിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുപോലെ ഒരു യന്ത്രമോ വാഹനമോ റോബോട്ടോ എത്രത്തോളം സുസ്ഥിരമായി പ്രവർത്തിക്കും എന്ന് നിർണ്ണയിക്കാൻ കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയർമാർ ആശ്രയിക്കുന്നതും കോംപ്ലക്സ് സംഖ്യകളെയാണ്. ഒരു സിസ്റ്റത്തിന്റെ എസ്പ്ലെയിൻ എന്ന കോംപ്ലക്സ് തലത്തിലുള്ള പോളുകളുടെയും സീറോകളുടെയും സ്ഥാനം പരിശോധിച്ചാണ് ആ സിസ്റ്റത്തിന്റെ സ്വഭാവം മുൻകൂട്ടി പ്രവചിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഗണിതശാസ്ത്രത്തിലെ കോംപ്ലക്സ് സംഖ്യകൾക്കും ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നാം. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇത്രയും മനോഹരവും കൃത്യതയുമുള്ളതാകുന്നതിന് പിന്നിൽ കോംപ്ലക്സ് സംഖ്യകളുടെ അദൃശ്യമായ ഒരു വലിയ പങ്കുണ്ട്. നാം ഫോണിലോ ക്യാമറയിലോ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് വെറും ഒരു ചിത്രമായല്ല, മറിച്ച് നമ്പറുകളുടെ ഒരു കൂട്ടമായാണ് ക്യാമറ സേവ് ചെയ്യുന്നത്. ഈ ചിത്രത്തെ കൂടുതൽ വ്യക്തമാക്കാനും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനും അനാവശ്യമായ ഘടകങ്ങൾ ഒഴിവാക്കാനും ക്യാമറയുടെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ ചില ഗണിതക്രിയകൾ ചെയ്യുന്നുണ്ട്. ഇതിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ഫൊറിയർ ട്രാൻസ്ഫോം എന്ന ഗണിതശാസ്ത്ര രീതിയാണ്. കൂടുതൽ മെഗാ പിക്സലുള്ള ക്യാമറകളിൽ എടുക്കുന്ന ചിത്രങ്ങൾക്ക് വലിയ ഫയൽ സൈസ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ഫോണിന്റെ മെമ്മറി വേഗം നിറയാതിരിക്കാൻ ചിത്രത്തിന്റെ സൈസ് കുറയ്ക്കേണ്ടതുണ്ട്. ചിത്രത്തിന്റെ ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ മനുഷ്യന്റെ കണ്ണിന് തിരിച്ചറിയാൻ കഴിയാത്ത അനാവശ്യ ഡേറ്റകൾ ഒഴിവാക്കി ഫയൽ സൈസ് കുറയ്ക്കാൻ സഹായിക്കുന്ന അൽഗോരിതങ്ങൾ പൂർണ്ണമായും കോംപ്ലക്സ് സംഖ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ക്യാമറ ലെൻസുകളിൽ വെളിച്ചം തട്ടി പ്രതിഫലിച്ച് ചിത്രത്തിന്റെ ഭംഗി നശിക്കാതിരിക്കാൻ ലെൻസുകൾക്ക് പുറത്ത് വളരെ നേർത്ത പ്രത്യേകതരം കോട്ടിങ്ങുകൾ നൽകാറുണ്ട്. പ്രകാശം ഒരു തരംഗമായാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ഈ തരംഗങ്ങളുടെ ഏറ്റക്കുറിച്ചിലുകളും ഫേസും കൃത്യമായി കണക്കുകൂട്ടിയാണ് ഈ കോട്ടിങ്ങുകൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ഒരൊറ്റ സമവാക്യത്തിൽ ഉൾപ്പെടുത്തി കണക്കുകൂട്ടാൻ എഞ്ചിനീയർമാരെ സഹായിക്കുന്നത് കോംപ്ലക്സ് സംഖ്യകളാണ്. നാം ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ തനിയെ ആളുകളുടെ മുഖം കണ്ടെത്തി ഫോക്കസ് ചെയ്യാറുണ്ടല്ലോ. ഒരു വസ്തു എവിടെ അവസാനിക്കുന്നു, അടുത്തത് എവിടെ തുടങ്ങുന്നു എന്ന് ക്യാമറ തിരിച്ചറിയുന്നത് നിറങ്ങളുടെയും വെളിച്ചത്തിന്റെയും വ്യത്യാസങ്ങൾ ഗണിതശാസ്ത്രപരമായി പരിശോധിച്ചാണ്. ഇത്തരം സങ്കീർണമായ സോഫ്റ്റ്വെയർ പ്രക്രിയകൾ വേഗത്തിൽ നടക്കാൻ ഈ സംഖ്യകൾ ഉപയോഗിക്കുന്നു. നിർമ്മാണ മേഖലയും കോംപ്ലക്സ് സംഖ്യകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും ആധുനിക സിവിൽ എഞ്ചിനീയറിംഗിന്റെ സൈദ്ധാന്തിക അടിത്തറ ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഈ ഗണിതശാസ്ത്ര ആശയത്തിന് നിർണായക പങ്കുണ്ട്. കേവലം സാങ്കല്പികമെന്ന് ഒരു കാലത്ത് കരുതപ്പെട്ടിരുന്ന ഈ സംഖ്യകൾ ഇന്നത്തെ കൂറ്റൻ കെട്ടിടങ്ങളുടെയും പാലങ്ങളുടെയും സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്ന അദൃശ്യമായ കണക്കുകൂട്ടലുകളുടെ യഥാർത്ഥ ഭാഷയാണ്. ഭൂകമ്പം, ശക്തമായ കാറ്റ് തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ വലിയ കെട്ടിടങ്ങൾക്കും പാലങ്ങൾക്കും സംഭവിക്കുന്ന പ്രകമ്പനങ്ങൾ എഞ്ചിനീയർമാർ നിർണ്ണയിക്കുന്നത് സ്ട്രക്ചറൽ ഡൈനാമിക്സ് വഴിയാണ്. ഈ പ്രകമ്പനങ്ങളെ ഗണിതശാസ്ത്രപരമായി നിർവചിക്കുന്നത് സങ്കീർണമായ ഡിഫറൻഷ്യൽ സമവാക്യങ്ങളിലൂടെയാണ്. ഈ സമവാക്യങ്ങളുടെ നിർദ്ധാരണത്തിൽ ലഭിക്കുന്ന കോംപ്ലക്സ് സംഖ്യകളുടെ റിയൽ പാർട്ട് കെട്ടിടത്തിന്റെ പ്രകമ്പന ഊർജം എത്ര വേഗം ക്ഷയിക്കുന്നുവെന്നും ഇമാജിനറി പാർട്ട് പ്രകമ്പനങ്ങളുടെ ആവൃത്തിയെയും സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൂട്ടലുകൾ കൃത്യമല്ലെങ്കിൽ തായ്പേയ് 101 പോലുള്ള അമ്പരചുംബികൾ പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുക അസാധ്യമാണ്. അണക്കെട്ടുകൾ, വലിയ കെട്ടിടങ്ങൾ എന്നിവയുടെ അസ്ഥിവാരത്തിലൂടെയും ചുറ്റുമുള്ള മണ്ണിലൂടെയുമുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഫ്ലോ നെറ്റുകൾ എന്നറിയപ്പെടുന്ന ഗ്രാഫിക്കൽ രീതികൾ ഉപയോഗിക്കുന്നു. കോംപ്ലക്സ് അനാലിസിസിലെ കൺഫോമൽ മാപ്പിംഗ് എന്ന സങ്കേതമാണ് ഇത്തരം ദ്വിമാന ജലപ്രവാഹങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനും മണ്ണിലുണ്ടാകുന്ന മർദ്ദം കണക്കാക്കി അസ്ഥിവാരം കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കുന്നത്. ഒരു വലിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് അതിലെ സങ്കീർണമായ ഇലക്ട്രിക്കൽ HVAC സിസ്റ്റങ്ങളുടെ രൂപകൽപ്പനയോടുകൂടിയാണ്. ഭീമമായ തോതിൽ വൈദ്യുതി ആവശ്യമുള്ള ഇത്തരം കെട്ടിടങ്ങളിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പവർ ഗ്രിഡുകൾ രൂപകൽപ്പന ചെയ്യുന്നത് കോംപ്ലക്സ് സംഖ്യകൾ ഉപയോഗിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ച ഇംപീഡൻസ് കണക്കാക്കാതെ സുരക്ഷിതമായ ഒരു വൈദ്യുത വിതരണ ശൃംഖല പൂർത്തിയാക്കാൻ കഴിയില്ല. നിർമ്മാണ രംഗത്തെ ഈ കോംപ്ലക്സ് സംഖ്യാപ്രയോഗങ്ങൾക്ക് അനിഷേധ്യമായ സൈദ്ധാന്തിക പിൻബലമുണ്ട്. ലിയോണാർഡ് ഓയിലറുടെയും ഡാനിയൽ ബെർണോളിയുടെയും പ്രശസ്തമായ ഓയിലർ ബെർണോളി ബീം ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഭാരം താങ്ങുന്ന ബീമുകളുടെ വളവും ഭാവിയിൽ വന്നേക്കാവുന്ന ആന്തരിക ഘടനാമാറ്റങ്ങളും കൃത്യമായി പ്രവചിക്കുന്നതിന് കാലങ്ങളായി ഈ സിദ്ധാന്തം ഉപയോഗിക്കുന്നു. കൂടാതെ ജോസഫ് ഫൊറിയർ 18-ാം നൂറ്റാണ്ടിൽ വികസിപ്പിച്ചെടുത്ത ഫൊറിയർ ട്രാൻസ്ഫോം എന്ന സങ്കേതം
ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനത്തിനായി സിവിൽ എഞ്ചിനീയറിംഗിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു. കെട്ടിടത്തിന്റെ ചട്ടക്കൂടിന്റെ സ്ട്രക്ചറൽ മാട്രിക്സുകളുടെ ഐഗൻ വിലകൾ പലപ്പോഴും കോംപ്ലക്സ് സംഖ്യകളായിരിക്കും എന്ന ഗണിതശാസ്ത്ര സത്യമാണ് യഥാർത്ഥത്തിൽ ഒരു കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ ഭൗതികമായി നിർണ്ണയിക്കുന്നത് എന്ന് ആധുനിക എഞ്ചിനീയറിംഗ് ഗ്രന്ഥങ്ങൾ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ഗണിതശാസ്ത്രത്തിലെ അമൂല്യമായ ഈ കണ്ടെത്തലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന ആധുനിക നിർമ്മാണ വിദ്യകൾ കേവലം സ്വപ്നമായി തന്നെ അവശേഷിക്കുമായിരുന്നു. വ്യോമഗതാഗത നിയന്ത്രണ മേഖലയിൽ കോംപ്ലക്സ് സംഖ്യകളുടെ സ്വാധീനം വളരെ വലുതാണ്. ഉപരിപ്ലവമായി നോക്കുമ്പോൾ വിമാനങ്ങളുടെ യാത്രയും ഗണിതശാസ്ത്രത്തിലെ സാങ്കല്പിക സംഖ്യകളും തമ്മിൽ ബന്ധമില്ലെന്ന് തോന്നാമെങ്കിലും ആയിരക്കണക്കിന് വിമാനങ്ങളെ ഒരേ സമയം ആകാശത്ത് സുരക്ഷിതമായി നയിക്കുന്ന റഡാർ സാങ്കേതിക വിദ്യയുടെയും ആശയവിനിമയ സംവിധാനങ്ങളുടെയും ജീവനാഡി യഥാർത്ഥത്തിൽ ഈ സംഖ്യകളാണ്. കോംപ്ലക്സ് സംഖ്യകൾ വെറുമൊരു അക്കാദമിക് ആശയമല്ല, മറിച്ച് ആധുനിക വ്യോമയാന മേഖലയെ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന അദൃശ്യ ഉപകരണമാണ്. ആകാശത്തെ തിരക്കുകൾക്കിടയിലും ആയിരക്കണക്കിന് വിമാനങ്ങൾ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് പിന്നിൽ ഈ സാങ്കല്പിക സംഖ്യകളുടെ വളരെ യാഥാർത്ഥ്യമായ പ്രായോഗിക തലമുണ്ട്. ഗണിതശാസ്ത്രം എന്ന മഹാസാഗരത്തിൽ ഗിരോലാമോ കർദാനോ 16-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയ ഒരു ചെറിയ അലേടിയായിരുന്നു നെഗറ്റീവ് സംഖ്യകളുടെ വർഗമൂലമെന്ന ആശയം. റെനെ ദെസ്കാർട്ടസ് സൂചിപ്പിച്ച സാങ്കല്പികം എന്ന പേരിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ആ ചിന്തയ്ക്ക് ലിയോണാർഡ് ഓയിലറുടെയും കാൾ ഫെഡറിക് ഗോസിന്റെയും സ്പർശമേറ്റപ്പോൾ ലഭിച്ചത് അനന്തമായ അർത്ഥതലങ്ങളുള്ള ഒരു ഗണിതകാവ്യ രൂപമാണ്. യാഥാർത്ഥ്യത്തിന്റെ പരുക്കൻ നിലത്ത് നിന്ന് ഭാവനയുടെ അദൃശ്യമായ ആകാശത്തേക്ക് പടർന്നു കയറുന്ന ഒരു വടവൃക്ഷമായി അത് മാറിയതിന് കാലം സാക്ഷിയാണ്. കേവലം സമവാക്യങ്ങളുടെ തടവറ ഭേദിച്ച് ജാമിതിയുടെ വിശാലമായ പ്രതലത്തിൽ ഒരു ശലഭത്തെ പോലെ അതിനെ പാറിപ്പറക്കാൻ ആർഗന്റും കാൾ ഫെഡറിക് ഗോസും പ്രാപ്തമാക്കി. ഗണിതമെന്നാൽ കേവലം അക്കങ്ങളുടെ കണക്കെടുപ്പല്ല, മറിച്ച് മനുഷ്യചിന്തയുടെ ഏറ്റവും അഗാധവും സങ്കീർണവുമായ ദാർശനിക തലങ്ങളെ സ്പർശിക്കുന്ന ഒരു കലയാണെന്ന് ഈ മഹാഗണിതജ്ഞർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമ്മിശ്ര സംഖ്യകൾ അഥവാ കോംപ്ലക്സ് സംഖ്യകൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാർശനിക പാഠം പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചാണ്. നാം കണ്ണുകൊണ്ട് കാണുന്ന സ്പർശിച്ചറിയുന്ന ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം അദൃശ്യവും എന്നാൽ അനിവാര്യവുമായ മറ്റൊരു തലം കൂടി ഈ പ്രപഞ്ചത്തിൽ അന്തർലീനമായിട്ടുണ്ട്. അവ രണ്ടും കൂടിച്ചേരുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന്റെ താളം പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ട് കോംപ്ലക്സ് സംഖ്യകൾ കേവലം ഒരു ഗണിതശാസ്ത്ര സമസ്യയല്ല, മനുഷ്യന്റെയും പ്രകൃതിയുടെയും അസ്തിത്വത്തെ നിർവചിക്കുന്ന അതിസൂക്ഷ്മമായ രൂപകങ്ങളാൽ സമ്പന്നമായ ഒരു ഉത്തമ കവിതയാണ്. ദൃശ്യമായതിനെ പൂർണ്ണമാക്കാൻ അദൃശ്യമായതിന്റെ കൂടി സാന്നിധ്യം ആവശ്യമാണെന്ന ഈ തിരിച്ചറിവിലാണ് നമ്മുടെ ഓരോ അന്വേഷണങ്ങളും സാർത്ഥകമാകുന്നത്. അദൃശ്യതയുടെ ദൃശ്യത. എടത്വ സെന്റ് അലൂഷ്യസ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ ഡീന സീസ്കറിയ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ശാസ്ത്രലോകം സമാപിക്കുന്നു.